നിങ്ങൾ റെഗുലറായിട്ട് ഒരു എനർജിയും ഇല്ലാതെ ലേറ്റായി ഉണരുന്നൊരു വ്യക്തിയാണോ? ദിവസം രാവിലെ ഉണരുമ്പോൾ ആ അലാറം അടിക്കുന്ന സമയത്ത് അലാറം സ്നൂസ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴികൾ പറഞ്ഞു തരികയാണ്. ഈ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏർലി മോർണിംഗ് വേക്കപ്പ് ഈസി ആക്കാൻ പറ്റും. അതായത് മടിയൊന്നുമില്ലാതെ എനർജറ്റിക് ആയിട്ട് എണീക്കാൻ പറ്റും. സോ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് ടൈം ഫോർ ഗ്രേറ്റ്നസ്. വെൽക്കം ടു അവർ ചാനൽ. ആദ്യം നമുക്ക് രാവിലെ എന്തിനാണ് നേരത്തെ ഉണരുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എന്താണ് ഗുണമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യം ചെയ്യുവാൻ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, രാവിലെ നേരത്തെ എണീച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവാണ്. ആ സമയത്ത് നോയ്സും വളരെ കുറവായിരിക്കും. ഫോണിൽ ഒരുപാട് മെസ്സേജസും കോൾസും ഒന്നും ആ സമയത്ത് വരില്ല. ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡും കാം ആൻഡ് കൂൾ ആയിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശരിയായി ഉപയോഗിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഇത് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രാവിലെ സമയത്തുള്ള നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ വളരെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ മെന്റൽ ഓർ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ എല്ലാം ഓക്കെ ആക്കാൻ യോഗ, മെഡിറ്റേഷൻ, എക്സസൈസ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ടൈമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീച്ചാൽ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടിയതുപോലെ ഉണ്ടാവും. രാവിലെ നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഈ ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ ലഞ്ചിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഫിനിഷ് ആവും. അങ്ങനെ പോയാൽ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കാരണം അറിഞ്ഞുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ വിജയികളായിട്ടുള്ള പല ആളുകളും രാവിലെ നേരത്തെ എണീക്കുന്നവരാണ്. എന്നാൽ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആവാൻ വേണ്ടി എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്സ് വേണം. ഇത് 1-2 ദിവസത്തേക്കല്ല, ദിവസവും നമുക്ക് രാവിലെ നേരത്തെ എണീക്കുവാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിലൂടെ സാധിക്കണം. ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടു സ്ലീപ്പ് ഏർലി. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ ഒരു ജനറേഷനിലുള്ള ആളുകളുടെ മെയിൻ പ്രശ്നം നേരത്തെ പോയി കിടന്നുറങ്ങില്ല എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എണീക്കാൻ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പോസിബിൾ ആക്കിയാൽ അതിലൂടെ നിങ്ങളുടെ ഏകദേശം പകുതി പണിയും കഴിഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിൽ കാണും, ഒരാൾ 10 മണിക്ക് ഉറങ്ങാൻ പോകുന്നു, വേറൊരാൾ 1 മണിക്കാണ് ഉറങ്ങുന്നത്. അതിൽ 10 മണിക്ക് കിടന്ന ആളായിരിക്കും എന്തായാലും രാവിലെ നേരത്തെ എണീക്കുക അല്ലേ? കമ്പാരിറ്റീവ്ലി ആരാണോ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അവരാണ് ലേറ്റ് ആയിട്ട് ഉണരുന്നവരായിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ, നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിന്റെ അളവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? സൺസെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിന്റെ അളവ് കൂടാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് എടുക്കാൻ പോകൂ എന്നുള്ളതിനുള്ള സിഗ്നൽ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് പഠനങ്ങളിലൂടെ ഈ കാര്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 10 മണിക്കെങ്കിലും നമ്മൾ ഉറങ്ങണം. 1 മണി വരെയൊന്നും നമ്മൾ ഉറക്കൊഴിച്ചിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാത്രിയിൽ നമ്മുടെ മെലറ്റോണിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിന്റെ അളവ് ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുക എന്ന കാര്യം വളരെ ഈസി ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ സമയത്ത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി കൂടുതലായിരിക്കും. അതായത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് 1 മണിക്കൊക്കെ ഉറങ്ങുന്ന പോലെ അല്ല, നേരത്തെ കിടന്നുറങ്ങേണ്ട രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് എനിക്ക് എന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല എന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ആണ്. ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ നാച്ചുറൽ സ്ലീപ്പിംഗ് ടെൻഡൻസിയെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഫ്ലൂറസന്റ് ലൈറ്റുകൾ ഓഫ് ചെയ്ത് വെച്ച് നോക്കൂ, നിങ്ങൾക്ക് തന്നെ ഉറക്കം വരും. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യുകയാണ് വേണ്ടത്. ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി വളരെ ലൈറ്റ് സബ്ജക്ട്സ് അടങ്ങിയ ചില ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ സോൾഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല മ്യൂസിക്സ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒരു സൂത്തിങ് സ്മെല്ല് കിട്ടുന്ന എന്തെങ്കിലും സുഗന്ധം പുകയ്ക്കാം, അല്ലെങ്കിൽ ഒരു കോൾഡ് ഷവർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിന്റെ അടിയിൽ കുറച്ച് എണ്ണ തേക്കാം, കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ലോ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. ചില ആളുകളെല്ലാം അലാറം സെറ്റ് ചെയ്ത് വെക്കുന്ന ശീലമുണ്ട്. എങ്ങനെയാണോ ഒരു പരീക്ഷ വരുന്ന സമയത്ത് നമ്മൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശീലമുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ബോഡി ഒരു സൗണ്ട് സ്ലീപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ശരി, ഇടയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ സക്സസിലേക്ക് നയിക്കുന്ന കാര്യം എന്താണ്? ഹാർഡ് വർക്കാണോ, നോളജ് ആണോ, ആറ്റിറ്റ്യൂഡ് ആണോ? നിങ്ങൾ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്തു നോക്കൂ. ഹാർഡ് വർക്ക് എന്ന് എഴുതിയിട്ട് ആൽഫബറ്റ് ക്രമത്തിൽ നമ്പർ എഴുതുക, അത് 98% ആയിരിക്കും. നോളജ് എന്ന് എഴുതിയിട്ട് ആൽഫബറ്റ്സിന്റെ നമ്പർ എഴുതൂ, അത് 96% ആയിരിക്കും. എന്നാൽ നിങ്ങൾ ആറ്റിറ്റ്യൂഡിന്റെ ആൽഫബറ്റ് നമ്പേഴ്സ് ഒന്ന് എടുത്തു നോക്കൂ, അത് 100% ആണ് കാണിക്കുക. ഇറ്റ് മീൻസ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സും നെഗറ്റീവ് സിറ്റുവേഷനും ഇതെല്ലാം വളരെ ആരോഗ്യകരമായ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു നല്ല പോസിറ്റീവ് മനോബലം വികസിപ്പിച്ചെടുക്കുന്നതിന് ഇത്തരം മാർഗങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്ന അതിശക്തമായ ഒരു പുസ്തകമാണ് ഹൗ ടു ബിൽഡ് ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന പുസ്തകം. ഈ പവർഫുൾ ബുക്കിന്റെ 100 മിനിറ്റ്സ് ഉള്ള മലയാളം ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്നും കേൾക്കുകയുണ്ടായി. അപ്പോഴാണ് ആറ്റിറ്റ്യൂഡിന്റെ പവർ എന്താണെന്നുള്ളതും ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പോസിറ്റീവായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഈ ബുക്കിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പവർഫുൾ ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് എല്ലാം കുക്കു FM നിന്ന് ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. കുക്കു FM നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഒരു ഓഫർ നൽകുന്നുണ്ട്. അതായത് 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഓഫറാണ്. അതായത് നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ മാസത്തിൽ കുക്കു FMന്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 49 റുപ്പീസ് മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. ഡീറ്റെയിൽസും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് അറിവുകളുടെ വിശാലമായ ലോകത്തിലേക്ക് എൻ്റർ ചെയ്യൂ. ലൈഫ് തന്നെ മാറ്റിയെടുക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. സ്റ്റെപ്പ് 2. ടു സ്ലീപ്പ് early, ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഗോ ബെഡ് early. ഏർലി ബെഡ് എന്നത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഡിന്നർ നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കണം. കഴിയുന്ന അത്രയും നിങ്ങളുടെ ഒരു ദിവസത്തെ ഡിന്നർ വളരെ ലൈറ്റ് ഫുഡ് ആയിരിക്കണം. നിങ്ങൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫുഡ് രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ അത് കാരണം രാവിലെ നേരത്തെ എണീക്കുവാനുള്ള ആ ചാർജ് നിങ്ങൾക്ക് കിട്ടാതെ പോകും. നിങ്ങൾ ഒരു നൈറ്റ് പാർട്ടിയിലോ ഒരുപാട് ഫുഡ് കഴിച്ചൊരു ദിവസം നിങ്ങൾ കുറച്ച് നേരത്തെ കിടന്നാൽ പോലും എത്ര നേരം ഉറങ്ങിയാലും രാവിലെ നേരത്തെ എണീക്കുവാൻ തോന്നുകയില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രധാന എനർജിയെ മുഴുവനും ആ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുവാൻ വേണ്ടി ശരീരം ചെലവാക്കി എന്നുള്ളതാണ്. ഈ ഒരു കാരണത്താൽ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ വളരെ എനർജി ഇല്ലാത്തവരായി മാറും. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരാനേ തോന്നില്ല. ഇനി നിങ്ങളെ വേഗം ഉറക്കുന്ന ചില ഫുഡുണ്ട്. എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് 30 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് മിൽക്ക് കുടിക്കാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് സ്ലീപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന അശ്വഗന്ധ കഴിക്കാം, സാഫ്രോൺ കഴിക്കാം, നട്ട് മിൽക്ക് കഴിക്കാം, ടെർമറിക് മിൽക്ക് കഴിക്കാം. ഇങ്ങനെ പാല് തന്നെ പല വിധത്തിൽ കുടിക്കാം. ഇത് നിങ്ങളുടെ നാച്ചുറൽ സ്ലീപ്പിംഗ് ടെൻഡൻസിയെ കൂടുതലാക്കും. മാത്രമല്ല നിങ്ങൾ ഈവനിങ്ങിൽ ഒരു 5 മണിക്ക് ശേഷം ഒരിക്കലും ടീ ആൻഡ് കോഫി കുടിക്കരുത്. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് വർക്കൗട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. ഇതെല്ലാം നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾ കിടക്കുന്നത് ഇടതുവശം ചെരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപയോഗപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൈജഷനെ അത് കൂടുതൽ സഹായിക്കും. നിങ്ങളുടെ ആമാശയം തൂങ്ങിക്കിടക്കുന്ന സൈഡിലേക്ക് ഉറങ്ങുക. ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അടുത്ത ദിവസം രാവിലെ ഫ്രഷായി എണീക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യണം. എന്നാലേ രാവിലെ നേരത്തെ എണീക്കാൻ കഴിയൂ. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ രാവിലെ 6 മണിക്ക് നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ 3 മണിക്ക് തന്നെ അലാറം വെച്ച് എണീക്കാൻ ശ്രമിക്കും അല്ലേ? എന്നാലും നിങ്ങൾ 3 മണിക്ക് അലാറം വെച്ചാലും അതിന് 5 മിനിറ്റ് മുമ്പേ നിങ്ങൾ സ്വയം എണീക്കുകയും ചെയ്യും. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീക്കാനുണ്ട്, അതിനൊരു കാര്യമുണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും എന്ന ബോധം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുക, രാവിലെ എണീക്കാൻ പോകുന്ന സമയം എത്രയാണെന്നുള്ളത് കിടന്ന കിടക്കയിൽ ഒരു 3 തവണ പറയാൻ പറയും. അത് നിന്നെ രാവിലെ നേരത്തെ എണീപ്പിക്കും എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി മൈൻഡിലേക്ക് ഒരു സെറ്റിംഗ് കൊടുക്കണം. അത് നമ്മളെ അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് വായ തുറന്ന് പറയാം, ഇങ്ങനെ എനിക്ക് രാവിലെ ഇത്ര മണിക്ക് എണീക്കണം എന്ന് ഒരു 10 തവണ പറയാം. ഈ പറയുന്ന കാര്യം വളരെ സില്ലിയായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്. ശരി, ഒരു ദിവസം ഒരു ഇമ്പോർട്ടന്റ് ആയ ഫ്ലൈറ്റിന്റെ കാര്യം വന്നു. എന്നാൽ എല്ലാ ദിവസവും ഇതുപോലെ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കേണ്ടി വരും. നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കൂ. നല്ല റീസൺ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കണം, വെള്ളം കുടിക്കണം, പല്ല് തേക്കണം, ഇതൊന്നുമല്ല. നല്ലൊരു ഗുഡ് റീസൺ കൊടുക്കൂ നിങ്ങൾ. ഉദാഹരണത്തിന് നാളെ മുതൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഹെൽത്തിന് വേണ്ടി ഞാൻ വല്ലതും ചെയ്യും. അതുകൊണ്ട് രാവിലെ നേരത്തെ ഞാൻ പാർക്കിലേക്ക് വാക്കിങ്ങിന് പോകും. അത് കാരണത്താൽ എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം. ഇല്ലെങ്കിൽ ഞാൻ രാവിലെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഇത് കാരണത്താൽ എൻ്റെ മൈൻഡും ബോഡിയും ഒരു ദിവസം മുഴുവൻ പ്രൊഡക്റ്റീവായിട്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എണീച്ച് പഠിക്കും. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തെ എനിക്ക് കുറെ ഫ്രീ ടൈം കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് റീഡ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, പക്ഷെ പകലിൽ സമയം കിട്ടുന്നില്ല എങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാം. അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച് റൈറ്റിംഗ് പോലെയുള്ള എന്തെങ്കിലും ഹോബി നിങ്ങൾക്ക് ആരംഭിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വേണം ഫ്രണ്ട്സ് രാവിലെ എണീക്കാൻ. അതായത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ വളരെ വർത്തിയായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നാളെ രാവിലെ നേരത്തെ എണീക്കണം എന്നിരിക്കട്ടെ. നിങ്ങൾക്കൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കും. അതേസമയം നാളെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല, പക്ഷെ രാവിലെ നേരത്തെ എണീക്കണം എന്നൊരു ഫ്രണ്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ എണീക്കാൻ ശ്രദ്ധിക്കില്ല, ഉറങ്ങിക്കിടക്കുകയായിരിക്കും രാവിലെ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിന് ഒരു സ്ട്രോങ് ആയ റീസൺ കൊടുത്ത് ഫീഡ് ചെയ്യൂ. പക്ഷെ ഇതൊക്കെ ചെയ്താലും രാവിലെ 5 മണിക്കോ മറ്റോ നിങ്ങളുടെ അലാറം അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാനൊക്കെ മറക്കും. ഈ ലോകമേ അൺറിയലിസ്റ്റിക് ആയി നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ പ്ലാനുകളെല്ലാം കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ അലാറം ഓഫ് ചെയ്ത് ഉറങ്ങുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഇത് സത്യമല്ലേ ഫ്രണ്ട്സ്? എന്നാൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മൊബൈലിൽ അലാറം അടിച്ച ആ സമയത്തെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കുറച്ച് കഷ്ടമായിരിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു ആദ്യത്തെ 10 മിനിറ്റിനോടൊന്ന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണീക്കുവാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബോട്ടിൽ ക്യാപ്പ് വളരെ ടൈറ്റായി വെച്ചിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അത് അഴിക്കുവാൻ വേണ്ടി നിങ്ങൾ ആദ്യം കൊടുക്കുന്ന എഫർട്ട് വളരെ കൂടുതലായിരിക്കും. എന്നാൽ അതിന്റെ ടൈറ്റ് ഒന്ന് ലൂസായി കിട്ടിയാൽ പിന്നെ അത് ഈസി ആയിട്ട് അഴിക്കാൻ പറ്റും. ആ ടൈറ്റായ ക്യാപ്പ് തുറക്കുന്നത് പോലെയാണ്.
നിങ്ങളുടെ ഒരു ദിവസത്തിലെ ആദ്യത്തെ ആ 10 മിനിറ്റ് ഉണ്ടല്ലോ ഉണരുന്ന സമയം, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൺക്വർ ചെയ്യണം. അതിനൊന്ന് പാസ് ചെയ്യാൻ വേണ്ടി വല്ല വഴികളും കണ്ടുപിടിക്കണം. ഇതിന് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ അലാറം ക്ലോക്കിനെ ബെഡിൽ നിന്ന് കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോയിട്ടേ അത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരും. സ്നൂസ് ഒരിക്കലും ചെയ്യരുത്. സയന്റിഫിക് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു തവണ സ്നൂസ് ചെയ്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഉള്ള എനർജിയും കൂടെ ഡ്രെയിൻ ആയി പോകുമത്രേ. അതായത് അത് നിങ്ങളുടെ സ്ലീപ്പിംഗ് പ്രോസസ്സിനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒന്ന് ഉണർന്ന് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. നേരെ കിച്ചണിലേക്ക് പോവുക, ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, ചെറുതായി ചൂടാക്കുക, കുടിക്കുക. വളരെ പതുക്കെ വേണം കുടിക്കാൻ. ഈ ചൂടുവെള്ളം നിങ്ങളുടെ ബോഡി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ ആ ഫസ്റ്റ് 10 മിനിറ്റ് കടന്നു പോയിട്ടുണ്ടാവും. മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് സ്ലീപ്പി ആയിട്ട് ഫീൽ ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാൽക്കണിയിലേക്ക് എഴുന്നേറ്റ് പോവാം. അവിടെയുള്ള കൂൾ ബ്രീസ് ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഉറക്കത്തെ കളയാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ വാഷ്റൂമിലേക്ക് പോവുക, മുഖത്തേക്ക് കുറച്ച് പച്ചവെള്ളം തെളിച്ചുകൊണ്ടൊന്ന് വാഷ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടേക്ക് പോയി ചെറുതായി ഒന്ന് നടക്കുക. ഞാൻ രാവിലെ എണീച്ചാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം. കൈ നന്നായിട്ട് കൂട്ടി ഉരസി കണ്ണിലൊന്ന് നന്നായിട്ട് ചൂട് പിടിപ്പിക്കും. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എൻ്റെ ഉള്ളം കയ്യിലുള്ള അക്യുപ്രഷർ പോയിന്റുകളെല്ലാം ഒന്ന് എനർജറ്റിക് ആവും, ബോഡിയും എനർജറ്റിക് ആവും, കണ്ണുകളും എനർജറ്റിക് ആവും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഫ്രണ്ട്സ്. നിങ്ങളുടെ ആദ്യത്തെ 10 മിനിറ്റ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കടത്തി വിടണം, അത്രേ ഉള്ളൂ. നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് രാവിലെ ഒരു എനർജി ലോസ് ആയിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുക. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ നിർത്തിവെക്കരുത് ഈ ശീലം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാനും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങാൻ തോന്നും. കുറച്ച് ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഈ പുതിയ സ്ലീപ്പിംഗ് റിതം നിങ്ങളുടെ ബോഡി അഡോപ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് അവരുടെ ഉറക്കത്തിന് ഒരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ടാകും. നെറ്റ്ഫ്ലിക്സിൽ ഓരോന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നത്, വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അതായത് രാത്രി അവരുടെ ഉറക്കത്തിന്റെ സമയമായാൽ ഇതെല്ലാം നിർത്തി അവർ ഉറങ്ങാൻ പോകും. ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ നല്ലപോലെ എണീക്കാൻ കഴിയും. അത് മടിയൊന്നുമില്ലാതെ എനർജറ്റിക് ആയിട്ട് ഉണരാൻ കഴിയും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളത് എത്ര കാലം നിങ്ങൾ എഫർട്ട് എടുത്ത് ചെയ്യുന്നോ അത്രയും ഈസി ആയി തുടങ്ങും. പതുക്കെ ഇത് നിങ്ങളുടെ സെക്കൻഡ് നേച്ചറായിട്ട് ഡെവലപ്പ് ആകും. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് അലാറം ആവശ്യമില്ലാത്തൊരവസ്ഥ എത്തും. ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളോട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉപകാരമാണിത്, രാവിലെ നേരത്തെ എണീക്കുക എന്നത്. നിങ്ങളൊന്ന് രാവിലെ നേരത്തെ എണീക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇതുപോലെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല. നിങ്ങളൊരു ദിവസത്തിന്റെ ടോൺ മുഴുവൻ ശരിയാകും. രാവിലെ നേരത്തെ എണീക്കുന്നത് കൊണ്ട് ഒരു ദിവസത്തെ മുഴുവൻ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ നല്ല സമയവും ഉണ്ടാവും. ഈ ഒരു കാരണത്താൽ നിങ്ങളുടെ ലൈഫും വളരെ പ്രൊഡക്റ്റീവായിട്ട് മാറും. നിങ്ങളുടെ മൈൻഡും കാം ആൻഡ് കൂളായി മാറും. നിങ്ങളുടെ ഹെൽത്തിനും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണിത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന്റെ ഒരു ഭാഗം ശരിയായി. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ് നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കൂ. മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കണം. ഇനി ഇതുപോലെയുള്ള അമേസിംഗ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ പ്രൊഡക്റ്റീവ്, സ്റ്റേ ഹാപ്പി. വീണ്ടും കാണാം. ബൈ.